ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം യൂണിറ്റ് 5 പ്രൈസിംഗ് ദി ഷോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയാണ്. ഇഗ്നോയുടെ കഴിഞ്ഞ വർഷം നടന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എക്സാമിൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നാലോ. വരൂ, ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ പ്രിപ്പയർ സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് യൂസിങ് P4 മെത്തേഡ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ. അപ്പോൾ ഇവിടെ റിസിപ്റ്റ് കോളം, ഇഷ്യൂ കോളം, ബാലൻസ് കോളം, ഡേറ്റ് കോളം, ഈ 4 കോളമാണുള്ളത്. റിസിപ്റ്റിനും ഇഷ്യൂവിനും ബാലൻസിനും 3 സബ് കോളം ഉണ്ട്. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അപ്പോൾ റിസിപ്റ്റിൻ്റെയും ഇഷ്യൂവിൻ്റെയും ബാലൻസിൻ്റെയും എമൗണ്ട് കോളം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ ട്രാൻസാക്ഷൻ, അതായത് ഫെബ്രുവരി 1, 2022 ഫസ്റ്റ് ട്രാൻസാക്ഷൻ. അതായത് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി സൈഡിൽ 500 എന്ന് എഴുതുക. റേറ്റ് 20, റേറ്റ് കോളത്തിൽ എമൗണ്ട് 10,000, എമൗണ്ട് കോളത്തിൽ അതായത് 500 × 20. ഇനി പിന്നെ 4-ാം തീയതിയാണ്. 4-ാം തീയതി ഒരു പർച്ചേസാണ്. പർച്ചേസ് എല്ലാം റിസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ 400 യൂണിറ്റാണ്. അപ്പോൾ 400 യൂണിറ്റ് റിസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റി സൈഡിൽ എഴുതുക. റേറ്റ് കോളത്തിൽ 21 എഴുതുക. പിന്നെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 4800 എമൗണ്ട് കോളത്തിൽ. ഓരോ റിസിപ്റ്റിനും ഇഷ്യൂവിനും ശേഷം ബാലൻസ് കോളം അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് കോളത്തിൽ പ്രീവിയസ് ബാലൻസ് 500, 20, 10,000 അതേപോലെ താഴെ എടുത്ത് എഴുതുക. പിന്നെ കറൻറ്റ് പർച്ചേസ് 400, 21, 4800. പിന്നെ 6-ാം തീയതി ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ 600 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ ആദ്യം ഫസ്റ്റ് ബാലൻസ്, ഫസ്റ്റ് ലോട്ട് 500 ആണല്ലോ. അപ്പോൾ അതാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 500, 20 റേറ്റ്, 10,000 എമൗണ്ട്. പിന്നെ ബാലൻസ് 100, ഈ 400 എന്ന് പറഞ്ഞ ബാലൻസിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 100, റേറ്റ് 21, 400ൻ്റെ റേറ്റ് 21, 2100 എമൗണ്ട്. ഇനി ബാലൻസ് കോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബാലൻസ് കോളത്തിൽ 500 മൊത്തം ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബാലൻസ് 400ൽ നിന്ന് 100 ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബാലൻസ് 300, റേറ്റ് 21, എമൗണ്ട് 6300. 8-ാം തീയതി ഒരു പർച്ചേസാണ് 800, 24 റേറ്റിൽ. അപ്പോൾ 800 റിസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റി സൈഡിലും റേറ്റ് കോളത്തിലും എഴുതുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് 19,200 എമൗണ്ട് കോളത്തിൽ. പിന്നെ ബാലൻസ് കോളം അപ്ഡേറ്റ് ചെയ്യണം. ബാലൻസ് കോളം പ്രീവിയസ് ബാലൻസ് 300, 21, 6300. പിന്നെ 800 പർച്ചേസ് ചെയ്തത് 800, 24, 19,200. ഇനി 9-ാം തീയതി അതൊരു 500 യൂണിറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആയതുകൊണ്ട് ഇഷ്യൂ കോളത്തിൽ ആദ്യത്തെ 300 ബാലൻസിൽ കിടക്കുന്ന ഫസ്റ്റ് 300 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പം 300, 21, 6300. ബാലൻസ് 200, 800 നിന്ന് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 200, 24, 4800. ഇനി ബാലൻസ് കോളത്തിൽ 300 മൊത്തം ഇഷ്യൂ ചെയ്തു. 800 നിന്ന് 200 ഇഷ്യൂ ചെയ്തു. ബാലൻസ് 600, റേറ്റ് 24, എമൗണ്ട് 14,400. ഇനി 13-ാം തീയതി ഇഷ്യൂ ആണ് 300 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. അതായത് ഇവിടെ ആകെപ്പാടെ ഒറ്റൊരു ലോട്ടേ ഉള്ളൂ ബാലൻസിൽ 600. അപ്പോൾ 600 നിന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. 300, 24 റേറ്റിൽ. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ ക്വാണ്ടിറ്റി സൈഡിൽ 300ഉം റേറ്റിൽ 24ഉം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 7200 എമൗണ്ട് കോളത്തിൽ. ബാലൻസ് 600 നിന്ന് 300 പോകുമ്പോൾ ബാലൻസ് 300. അപ്പോൾ 300 ക്വാണ്ടിറ്റി കോളത്തിൽ, റേറ്റ് 24, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് 7200 എമൗണ്ട് കോളത്തിൽ. ഇനി 24-ാം തീയതി പർച്ചേസാണ്. അത് റിസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റി സൈഡിൽ 500, റേറ്റ് 25, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 12,500 എമൗണ്ട് കോളത്തിൽ. ബാലൻസ് 300, പ്രീവിയസ് ബാലൻസ് അതേപോലെ താഴെ എടുത്തെഴുതുക. 300, 24, 2200 എന്ന്. പിന്നെ ഈ 500, 25, 12,500. ഇനി അടുത്തത് 26-ാം തീയതിയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ 26-ാം തീയതി ക്വസ്റ്റ്യൻ എന്താ, റിസീവ്ഡ് 50 യൂണിറ്റ്സ് എന്നല്ലേ. അതായത് റിസീവ്ഡ് ബാക്ക് 15 യൂണിറ്റ്സ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇഷ്യൂ ചെയ്ത യൂണിറ്റിൽ നിന്നും 50 യൂണിറ്റ് തിരിച്ച് കിട്ടിയെന്ന്. അപ്പോൾ അങ്ങനെ റിസീവ്ഡ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളത് ഫ്രഷ് പർച്ചേസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എഴുതുന്നത്, റിസീവ്ഡ് കോളത്തിന് സൈഡിലല്ലേ. അപ്പോൾ റിസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ 50 യൂണിറ്റ് എഴുതുക. റേറ്റ് ആണല്ലോ. അപ്പോൾ റേറ്റ് എങ്ങനെ നമ്മൾ
മനസ്സിലാക്കും. അതായത് റേറ്റ് എഴുതേണ്ടത് തൊട്ടു മുന്നേയുള്ള ഇഷ്യൂവിൻ്റെ റേറ്റാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ റേറ്റ് എടുക്കണം. ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൊട്ടു മുന്നേയുള്ള ഇഷ്യൂ റേറ്റ്, അതായത് അവസാനം ഇഷ്യൂ ചെയ്തതെന്നാ 13-ാം തീയതി. അപ്പോൾ 13-ാം തീയതിയുടെ റേറ്റ് എത്രയാണ്? ഇഷ്യൂ റേറ്റ് 24. അപ്പോൾ ഇവിടെ 24 എടുക്കേണ്ടത്. അപ്പോൾ റെസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ 50, റേറ്റ് 24, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 1200 എമൗണ്ട് കോളത്തിൽ. ഇനി ബാലൻസ് കോളം, നേരത്തെ പ്രീവിയസ് ബാലൻസ് 300, 24, 7200, പിന്നത്തെ 500, 25, 12500. പിന്നെ ഇപ്പോൾ റിസീവ് ബാക്ക് എന്ന് പറഞ്ഞില്ലേ 50 യൂണിറ്റ്, ആ 50 യൂണിറ്റും ബാലൻസിൽ എഴുതണം. റെസിപ്റ്റ് കോളത്തിൽ എഴുതണം, ബാലൻസ് കോളത്തിൽ എഴുതണം. ക്വാണ്ടിറ്റി 50, 24, 1200. ഇനി 28-ാം തീയതി ഇഷ്യൂ ആണ് 400. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ ഫസ്റ്റ് ലോട്ട്, ഫസ്റ്റ് ബാലൻസ് 300 യൂണിറ്റ് 24 എന്ന് പറഞ്ഞ റേറ്റിൽ ഇഷ്യൂ ചെയ്യുക. പിന്നെ ബാലൻസ് 100, 500 നിന്ന് ഇഷ്യൂ ചെയ്യുക. 100, 25, 2500. ബാലൻസ് കോളത്തിൽ 300 മൊത്തം ഇഷ്യൂ ചെയ്തു. അപ്പോൾ അവിടെ ബാലൻസിൽ പിന്നെ 500 ആണ്. 500 100 ഇഷ്യൂ ചെയ്തു. ബാലൻസ് 400, 25, 400 × 25 മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ എഴുതുക. പിന്നെ 50 യൂണിറ്റ്സ് ആണ് ഉള്ളത്. 50, 24, 1200. 50 യൂണിറ്റ് 24, 1200. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 450 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.